നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് മൊഡ്യൂൾ 5 ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ്. TGS ടെസ്റ്റിന് ചോദിക്കാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനകത്ത് നമുക്ക് ഫസ്റ്റ് നോക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രാക്ചറാണ്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ഈ മൊഡ്യൂളിൽ വരുന്ന ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഫ്രാക്ചർ എന്നുള്ളതാണ്. ദാറ്റ് ഈസ് ഇഫ് ദ മെറ്റീരിയൽ is stressed beyond its elastic limit, what happens to the material is that it can either deform, plastically deform into a different shape, okay, and consequently complete the rupture. It can also rupture without any visible signs of plastic deformation. These are the two cases that can happen if a material is stressed beyond its elastic limit. ഓക്കെ, ഒരു മെറ്റീരിയൽ നമ്മൾ അതിൻ്റെ എലാസ്റ്റിക് ലിമിറ്റിന് പുറത്തേക്ക് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്ട്രെസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ദ മെറ്റീരിയൽ വിൽ ഡിഫോം പ്ലാസ്റ്റിക്കലി ഡിഫോം ചെയ്ത് അതിൻ്റെ ഷേപ്പ് ചേഞ്ച് ചെയ്ത് അതിൽ ഏരിയ റിഡക്ഷൻ ഉണ്ടായി അതിനൊടുവിൽ അത് എന്ത് ചെയ്യാം, ബ്രേക്ക് ചെയ്യാം. അതൊരു ഫോം ഓഫ് ഫെയിലിയർ. ഓക്കെ, അങ്ങനെ ഒരു റപ്ചർ ഉണ്ടാവാം. അതല്ലാതെ തന്നെ രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ ദ പ്രോപ്പർട്ടി ഓഫ് ദ മെറ്റീരിയൽ, മെറ്റീരിയൽ ക്യാൻ റപ്ചർ വിത്തൗട്ട് എനി സൈൻസ് ഓഫ് ഡിഫോമേഷൻ. ഒരു പ്ലാസ്റ്റിക് ഡിഫോമേഷനും ഇല്ലാതെ പെട്ടെന്ന് തന്നെ റപ്ചർ ചെയ്യാം. അപ്പോൾ ഈ രണ്ട് കേസ് ഫ്രാക്ചറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വാട്ട് ഈസ് എ ഫ്രാക്ചർ ഇൻ ജനറലി നമുക്ക് ഫ്രാക്ചർ എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ അൾട്ടിമേറ്റ് റപ്ചർ ഓർ ഫെയിലിയർ ഓഫ് മെറ്റീരിയൽ ബൈ ബ്രേക്കിംഗ് ഇൻടു 2 or more pieces അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ആൻ എക്സ്റ്റേണൽ ലോഡ്. ഓക്കെ, അപ്പോൾ ഫ്രാക്ചർ ഡെഫിനിഷൻ ഞാൻ പറയാം. The ultimate rupture or failure of material by breaking into 2 or more pieces under the influence of an external load is called fracture. Okay, the applied stress can be either compressive, tensile or shear. നമ്മൾ കൊടുക്കുന്ന സ്ട്രെസ് എന്ന് പറയുന്നത് either it can be compressive, tensile or shear. ഓക്കെ, നോർമലി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോർമലി വരുന്ന കേസ് നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കേസ്, ഏറ്റവും കൂടുതൽ വരുന്ന കേസും നമ്മൾ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കേസും ടെൻസൈൽ ഫോഴ്സ് ആണ്. ഓക്കെ, ടെൻസൈൽ സ്ട്രെസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. That is, fracture is prominent over tension, and discussion on fracture will focus mainly on tensile force or tensile stress. Okay, so fracture is initiated by some kind of imperfections within the material, generally a microscopic crack. നമുക്ക് കാണാൻ കഴിയാത്ത ഒരു ചെറിയൊരു ക്രാക്കാണ് എപ്പോഴും നമുക്കൊരു ഫ്രാക്ചർ ഇനിഷ്യേറ്റ് ചെയ്യുന്നത്. So when the material is stressed, what happens is that this crack acts like a notch and raises the stress at that point to a higher value. അതായത് ഈ ക്രാക്ക് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, മൈക്രോസ്കോപ്പിക് ക്രാക്ക് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കൊടുക്കുന്ന സ്ട്രെസ് കാരണം ഈ സ്ട്രെസ് കോൺസെൻട്രേഷൻ ഏരിയ ആയിട്ട് ഈ ക്രാക്ക് ആക്ട് ചെയ്യുകയും അത് കാരണം അവിടെ എന്ത് ചെയ്യുന്നു, ക്രാക്ക് ഡെവലപ്പ് ചെയ്യുകയും അതുവഴി എന്ത് ചെയ്യുന്നു, ഒരു ഫെയിലിയർ ഉണ്ടാവുകയും ചെയ്യുന്നു. So that this crack acts as a stress concentration area or raises the stress. For engineering materials, 2 types of fracture modes are possible. That is ductile fracture and brittle fracture. These are the 2 different types of fracture modes. Ductile fracture and brittle fracture. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. Ductile fracture means what? The fracture that occurs after prominent plastic deformation. Visible plastic deformation കഴിഞ്ഞതിന് ശേഷമുള്ള ഫ്രാക്ചറിനെയാണ് നമ്മൾ ഡക്റ്റൈൽ ഫ്രാക്ചർ എന്ന് പറയുന്നത്. On the other case, if it is brittle fracture, it's a type of fracture which occurs catastrophically without any signs or warnings or plastic deformation. ഒരു പ്ലാസ്റ്റിക് ഡിഫോമേഷനോ അല്ലെങ്കിൽ മിനിമം പ്ലാസ്റ്റിക് ഡിഫോമേഷൻ കൊണ്ട് പെട്ടെന്നുണ്ടാകുന്ന ഒരു ഫെയിലിയറിനെയാണ് നമ്മൾ brittle fracture എന്ന് പറയുന്നത്. So the classification is based on the ability of the material to experience plastic deformation. Ductile materials typically exhibit substantial plastic deformation with high energy absorption before fracture. On the other hand, there is normally little or no plastic deformation with low energy absorption accompanying a brittle fracture. Ductility may be quantified in terms of percentage elongation and percentage reduction in area. Ductility നമുക്ക് എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യാൻ കഴിയുന്നത് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. എങ്ങനെയാണ് നമ്മൾ ഒരു മെറ്റീരിയലിൻ്റെ ഡക്റ്റിലിറ്റിയെ ക്വാണ്ടിഫൈ ചെയ്യുന്നത്, അത് നമ്മൾ ഒരു വാല്യൂ ബേസ് ചെയ്തിട്ട് നമുക്ക് അതിന് പറയാൻ പറ്റുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അതായത് എത്രത്തോളം പെർസെൻറ്റേജ് ഇലോങ്ങേഷൻ ഉണ്ട്, അതിനനുസരിച്ച് എത്രത്തോളം പ്രൊഡക്ഷൻ ഏരിയ വരുന്നു, അതിനനുസരിച്ചാണ് നമ്മൾ ഒരു മെറ്റീരിയൽ ഡക്റ്റിലിറ്റി പറയുന്നത്. അതിനനുസരിച്ചാണ് മെറ്റീരിയൽ ഡക്റ്റൈലാണോ ബ്രിട്ടിലാണോ എന്നുള്ളത് പറയുന്നത്. മിനിമം ഡക്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ബ്രിട്ടിൽ. ഓക്കെ, സീറോ ഡക്റ്റൈൽ മീൻസ് വാട്ട്? ഇറ്റ് ഈസ് ബ്രിട്ടിൽ. ഓക്കെ, ഹയർ ഡക്റ്റൈൽ മീൻസ് വാട്ട്? ഇറ്റ് ഈസ് ഹൈലി ഡക്റ്റൈൽ. So as far as engineers are concerned, engineers choose materials which are more ductile. Why? എപ്പോഴും നമ്മൾ എഞ്ചിനീയേഴ്സ് പ്രിഫർ ചെയ്യുന്നത് ഒരു കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഒരു മാനുഫാക്ചറിംഗ് പ്രോസസ്സിലൊക്കെ എഞ്ചിനീയേഴ്സ് പ്രിഫർ ചെയ്യുന്നത് ഡക്റ്റൈൽ മെറ്റീരിയലിനായിരിക്കും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ഓവർ ആൻ ബ്രിട്ടിൽ മെറ്റീരിയൽ. വൈ? Because why engineers choose ductile materials more prominently than the brittle materials? Because brittle materials fail catastrophically, and these can lead to severe accidents or severe damages or spontaneous and rapid consequences. Okay, so that is the main reason why engineers prefer ductile materials. ബ്രിട്ടിൽ മെറ്റീരിയൽ പെട്ടെന്ന് ഫെയിലായി പോകുന്നു, യാതൊരുവിധ സൈൻസോ വാർണിങ്സോ തരാതെ പെട്ടെന്ന് ഫെയിലായി പോകുന്നത് കാരണം നോർമലി എഞ്ചിനീയേഴ്സിന് എന്താ ചൂസ് ചെയ്യുന്നത്? ഡക്റ്റൈൽ മെറ്റീരിയൽസ് ആണ് ചൂസ് ചെയ്യുന്നത്.
That's why അതാണ് ഫസ്റ്റ് പോയിന്റ് എടുക്കുന്നത്. ഫസ്റ്റ് brittle fracture occurs suddenly and catastrophically without any warning. This is a consequence of spontaneous and rapid crack propagation. Okay, for ductile fracture, the presence of plastic deformation gives warning that fracture is forthcoming, allowing preventive measures to be taken. അതായത് നമുക്ക് ഒരു ഡക്റ്റൈൽ ഫ്രാക്ചർ ആണ് നടക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ കൂടി ഇൻഫർമേഷൻ കിട്ടും അത് ഡാമേജ് ആകാൻ പോകുന്നു എന്നുള്ളൊരു ഇൻഫർമേഷൻ കിട്ടിയതിന് ശേഷമാണ് അത് ഡാമേജ് ആവുന്നത്. സോ what the engineers can do, if they are using ductile materials, they have a provision to rectify or to do maintenance work when they see a particular warning that the particular machine equipment is going to damage, അല്ലെങ്കിൽ particular material is going to damage. ആ പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ കാണുമ്പോൾ തന്നെ മെയിൻ്റനൻസ് ചെയ്യാൻ കഴിയും. ഇപ്പോൾ ബ്രിട്ടിൽ മെറ്റീരിയലാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു പ്രൊവിഷൻ ഇല്ല. ഓക്കെ, അതാണ് ഒരു നമ്മൾ എഞ്ചിനീയേഴ്സ് കൂടുതലും എന്താണ് ഡക്റ്റൈൽ മെറ്റീരിയൽ ചൂസ് ചെയ്യാനുള്ള കാരണം. ദെൻ സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് മോസ്റ്റ് ഡ്രെയിനേജ് ഈസ് റിക്വയർഡ് ടു ഇൻഡ്യൂസ് ഡക്റ്റൈൽ ഫ്രാക്ചർ in as much as ductile fracture materials are generally tougher. അതായത് ഡക്റ്റൈൽ മെറ്റീരിയൽസ് കുറച്ചുകൂടി ടഫർ ആയതുകൊണ്ട് കുറേ എനർജി അവർ എന്ത് ചെയ്യുന്നു, അബ്സോർവ് ചെയ്യുന്നു. ബ്രിട്ടിൽ മെറ്റീരിയൽസ് ഇലാസ്റ്റിക് ലിമിറ്റ് എത്തുന്നതിന് മുന്നേ തന്നെ അത് ഫെയിൽ ആവുന്നത് കാരണം അത്രയും എനർജി അബ്സോർവ് ചെയ്യുന്നില്ല. അതുകൊണ്ട് അതിൻ്റെ ടഫ്നെസ് കമ്പാരിറ്റീവ്ലി ലോവർ ആയിരിക്കും. ഡക്റ്റൈൽ മെറ്റീരിയൽസിൻ്റെ ടഫ്നെസ് കമ്പാരിറ്റീവ്ലി എപ്പോഴും ഹയർ ആയിരിക്കും. So under the action of an applied tensile stress, most metal alloys are ductile, whereas ceramics are notably brittle, and polymers may exhibit both type of fracture. Polymers can be either brittle or ductile. Okay. നമ്മൾ ഈ ഡയഗ്രം കാണിച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ this figure shows that the material is highly ductile, this figure shows that the material is medium ductile, this figure shows that the material is ബ്രിട്ടിൽ. അത് നമുക്ക് യാതൊരുവിധ ഇങ്ങനെയുള്ള ഫെയിലിയർ കാണിക്കുന്നത് എന്താണ്, ബ്രിട്ടിലാണ്. കാരണം യാതൊരുവിധ പ്ലാസ്റ്റിക് ഡിഫോർമേഷനും ഇല്ല, പെട്ടെന്ന് തന്നെ ഫെയിലാവുന്നു, ബ്രേക്ക് ചെയ്ത് പെട്ടെന്ന് തന്നെ പോകുന്നു. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ കാണിച്ചിട്ടുണ്ട്. സ്ട്രേറ്റ് റോഡ് എന്തായി ചെറുതായി, അതിൻ്റെ ഏരിയ ചെറുതായി, പക്ഷേ ഇവിടെ ഏരിയ ചെറുതായത് കമ്പാരിറ്റീവ്ലി കുറവാണ്. ഇവിടെയാണ് ഏറ്റവും ഹൈലി ഡക്റ്റൈൽ ആയിട്ടുള്ള മെറ്റീരിയൽ ഏരിയ 100% ചുരുങ്ങിയതിന് ശേഷമാണ് ഫെയിലായത്. So these are the stress strain curve for brittle material and ductile material. See, the brittle material, the stress strain curve is just like this. It is going straight when there is no change in strain when the stress is increasing up to a particular limit, and after that there is catastrophic ഫെയിലുവർ. അത് പെട്ടെന്ന് തന്നെ ഒരു ഫെയിലിയറാണ്. ആദ്യമേ നമുക്ക് യാതൊരുവിധ ചേഞ്ചസും കാണിക്കുന്നില്ല, വളരെ മിനിമം സ്ട്രെയിൻ ചേഞ്ചസ് ആണ് കാണിക്കുന്നത്, മിനിമം പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ ആണ് കാണിക്കുന്നത്. അതിനുശേഷം പെട്ടെന്ന് നമ്മളൊരു ഫെയിലാണ്. പക്ഷേ നമുക്ക് ഡക്റ്റൈൽ മെറ്റീരിയൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനിഷ്യലി നമുക്ക് സ്ട്രെസ്സിനനുസരിച്ച് സ്ട്രെയിൻ കാണിക്കുന്നുണ്ട്. അതൊരു പെർട്ടിക്കുലർ ലിമിറ്റ്, എലാസ്റ്റിക് ലിമിറ്റ് കഴിഞ്ഞതിന് ശേഷം പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ കൂടുന്നു. കുറച്ച് സ്ട്രെസ്സിൽ തന്നെ കൂടുതൽ പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ കാണിക്കുന്നു. അതാണ് ഈ ഒരു സ്ട്രെയിൻ കാണിക്കുന്നത്. ഓക്കെ, ഈവൻ ഈ ഒരു പോയിന്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ സ്ട്രെസ് റിമൂവ് ചെയ്തതിന് ശേഷവും പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ കാണിക്കുന്നു. അതിനുശേഷമാണ് അത് ബി ഡാഷ് എന്ന് പറയുന്ന പോയിന്റിൽ എത്തിയതിന് ശേഷമാണ് അത് ഫെയിൽ ആകുന്നത്. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഷോയിങ് സം വാർണിംഗ്. സോ the engineers can take preventive measures or maintenance actions based on the warnings. Here there is no warning. There is catastrophic, and this can lead to severe accidents and consequences. Next, we will look at important point in the stages in ductile fracture. This is very important. You have to draw the diagrams while explaining this stages in ductile fracture. Okay, so first there are basically 5 stages. First stage is neck formation. ഓക്കെ, നെക്ക് ഫോർമേഷൻ ഉണ്ടാവുന്നു. പിന്നെ അതിനകത്ത് മൈക്രോസ്കോപ്പിക് ക്രാക്സ് ഉണ്ടാവുന്നു, മൈക്രോസ്കോപ്പിക് വോയിഡ്സ് അല്ലെങ്കിൽ മൈക്രോസ്കോപ്പിക് ക്യാവിറ്റീസ് ഉണ്ടാവുന്നു. ഈ മൈക്രോസ്കോപ്പിക് ക്യാവിറ്റീസ് എല്ലാം കൂടി ജോയിൻ ചെയ്യുന്ന മൈക്രോസ്കോപ്പിക് ക്രാക്സ് ഉണ്ടാവുന്നു. ആ ക്രാക്സ് പിന്നെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഷിയർ സ്ട്രെസ് ഉണ്ടാകുന്നു, 45 ഡിഗ്രി ഷിയർ സ്ട്രെസ് ക്രിയേറ്റ് ചെയ്യുന്നു. അതിനുശേഷം അത് കപ്പും കോണുമായിട്ട് സെപ്പറേറ്റ് ആവുന്നു. ഇതാണ് നമുക്കൊരു 5 സ്റ്റേജസ് ഓഫ് ഡക്റ്റൈൽ ഫ്രാക്ചർ എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ കഴിയുന്നത്. അത് ഓരോന്നും ഡയഗ്രാം വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മൾ ഡീറ്റെയിലായിട്ട് ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഈ ഡയഗ്രാം വരയ്ക്കുന്നതായിരിക്കും നല്ലത്. ഇത് കുറച്ച് ക്ലാരിറ്റിയുള്ള ഡയഗ്രാമാണ്. ഈ ഡയഗ്രാമായിരുന്നു നിങ്ങളുടെ ഞാൻ ക്ലാസ്സിൽ വരയ്ക്കാൻ പറഞ്ഞിരുന്നത്. അപ്പോൾ ഈ ഡയഗ്രാം വരച്ച് നിങ്ങൾ ആ 5 സ്റ്റേജസും എക്സ്പ്ലെയിൻ ചെയ്യാം. നെക്കിങ്ങും, ക്യാവിറ്റി ഫോർമേഷൻ, ക്രാക്ക് ഫോർമേഷൻ, ക്രാക്ക് പ്രൊപ്പഗേഷൻ, ഫ്രാക്ചർ, ഇതെല്ലാം ഡീറ്റെയിലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം ഇത് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ. പിന്നെ നമുക്ക് വരുന്നതെന്ന് വെച്ചാൽ ഡക്റ്റൈൽ ഫ്രാക്ചറിൻ്റെ എക്സ്പ്ലനേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്രിട്ടിൽ ഫ്രാക്ചറിൻ്റെ എക്സ്പ്ലനേഷനാണ്. എങ്ങനെയാണ് ഒരു ബ്രിട്ടിൽ ഫ്രാക്ചർ നടക്കുന്നത് എന്നുള്ളതാണ് പറയേണ്ടത്. The brittle fracture, how does a brittle fracture take place? We already mentioned that there can be minimal plastic deformation or no plastic deformation in the case of a brittle fracture. ചിലപ്പോൾ എന്തായാലും വളരെ ചെറിയ രീതിയിൽ നോട്ടീസ് ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിൽ ചെറിയൊരു പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ കഴിഞ്ഞതിന് ശേഷമായിരിക്കും ബ്രിട്ടിൽ ഫ്രാക്ചർ ഉണ്ടാകുന്നത്. ചിലപ്പോൾ യാതൊരുവിധ പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ കാണിക്കാതെയുള്ള പെട്ടെന്നുള്ളൊരു ഫെയിലറാണ് ഉണ്ടാകുന്നത്. So the direction of crack motion is nearly perpendicular to the direction of applied tensile stress and yields a relatively flat fracture surface. ഇപ്പോൾ ബ്രിട്ടിൽ ഫ്രാക്ചറിൻ്റെ കേസിൽ ഇതാണ് നമുക്ക്, അതായത് ക്രാക്ക് മോഷൻ എപ്പോഴും പെർപെൻഡിക്കുലർ ആയിരിക്കും. സ്ട്രെസ്സിന് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സ്ട്രെസ്സിന് പെർപെൻഡിക്കുലർ ആയിരിക്കും ക്രാക്ക് മോഷൻ. അതിന് തന്നെ അവിടെ എന്തുണ്ടാവും, ആൻഡ് yields a relatively flat fractures. അപ്പോൾ നമുക്ക് നേരത്തെ ഡക്റ്റൈൽ ആയിരുന്നപ്പോൾ ഫ്ലാറ്റ് അല്ലായിരുന്നു, കപ്പും കോണൊക്കെ ഉണ്ടായി അല്ലേ. ബ്രിട്ടിൽ ഫ്രാക്ചറിൻ്റെ കേസിൽ ഇറ്റ് വിൽ ബി എ ഫ്ലാറ്റ് ഫ്രാക്ചർ സർഫസ് ആയിരിക്കും ഉണ്ടാകുന്നത്. Then for most brittle crystalline materials, crack propagation corresponds to the successive and repeated breaking of atomic bonds along specific crystallographic planes with least atomic bonds such a process is termed as cleavage. അതായത് നമുക്ക് മിക്ക ക്രിസ്റ്റലൈൻ മെറ്റീരിയൽസിനകത്ത് ക്രാക്ക് പ്രൊപ്പഗേഷൻ ഉണ്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അറ്റോമിക് ബോൺസ് ബ്രേക്ക് ചെയ്തിട്ടാണ് അലോങ് ദ സ്പെസിഫിക് ക്രിസ്റ്റലോഗ്രഫിക് പ്ലെയിൻ. ഇതിൻ്റെ ക്രിസ്റ്റലോഗ്രഫിക് പ്ലെയിനിൽ ഇതായിട്ട് അറ്റോമിക് ബോൺസ് ബ്രേക്ക് ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത്. അതായത് അലോങ് ദ ലീസ്റ്റ് അറ്റോമിക് ബോൺസ് ഉള്ള കേസിലാണ് ക്ലീവേജ് ഉണ്ടാകുന്നത്. So this type of fracture is said to be transgranular or intragranular because the fracture of crack passes through the grains. അതായത്
ബ്രിട്ടിൽ ഫ്രാക്ചറിൻ്റെ കേസിൽ ട്രാൻസ് ഗ്രാനുലാർ ഇൻട്രാ ഗ്രാനുലാർ എന്നുള്ള രീതിയിലുള്ള ഫ്രാക്ചറാണ് ഉണ്ടാകുന്നത്. അതായത് ഈ ഗ്രെയിൻസിനെ തന്നെ രണ്ടായിട്ട് കട്ട് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ഫ്രാക്ചർ ഉണ്ടാകുന്നത്. ഗ്രെയിൻ ബൗണ്ടറി കൂടെ അല്ല, ഗ്രെയിൻ ബൗണ്ടറി കൂടെ ആയിരുന്നുണ്ടെങ്കിൽ ഇൻ്റർ ഗ്രാനുലാർ എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഇത് ഗ്രെയിനെയും കൂടി കട്ട് ചെയ്തുകൊണ്ട് പോകുന്ന പെട്ടെന്നുണ്ടാകുന്ന ആ ഫെയിലിയർ, അതായത് ഗ്രെയിനെ തന്നെ രണ്ടായിട്ട് സെപ്പറേറ്റ് ചെയ്ത് നമുക്ക് സ്ട്രൈറ്റ് ആയിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന ഫെയിലിയറിനെ ഇൻട്രാ ഗ്രാനുലാർ അല്ലെങ്കിൽ ട്രാൻസ് ഗ്രാനുലാർ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇതും ചോദിക്കാം, ഇൻ്റർ ഗ്രാനുലാർ ആൻഡ് ഇൻട്രാ ഗ്രാനുലാർ ഫ്രാക്ചർ എന്നുള്ള രീതിയിൽ ചോദിക്കാം ബ്രിട്ടിൽ ഫ്രാക്ചറിൻ്റെ കേസിൽ. ഇപ്പോൾ ബ്രിട്ടിൽ ഫ്രാക്ചറിൻ്റെ കേസിൽ വരുന്നത് നമുക്ക് ട്രാൻസ് ഗ്രാനുലാർ ഓർ ഇൻട്രാ ഗ്രാനുലാർ ആണ് വരുന്നത്. ഇൻ്റർ ഗ്രാനുലാർ എന്ന് പറയുന്നത് അലോങ് ദ ഗ്രെയിൻ ബൗണ്ടറീസ് ആണ് വരുന്നത്. സോ മാക്രോസ്കോപ്പിക്കലി ദ ഫ്രാക്ചർ സർഫസ് മേ ഹാവ് എ ഗ്രെയിനി ഓർ ടെക്സ്ചർ ഫെസറ്റഡ് സ്ട്രക്ചേഴ്സ് ആസ് എ റിസൾട്ട് ഓഫ് ദ ചേഞ്ചസ് ഇൻ ഓറിയന്റേഷൻ ഓഫ് ദ ക്ലീവേജ് പ്ലെയിൻസ് ഫ്രം ഗ്രെയിൻ ടു ഗ്രെയിൻ. ദിസ് ടൈപ്പ് ഓഫ് ഫ്രാക്ചർ ഫൗണ്ട് ഇൻ BCC ആൻഡ് HCB ക്രിസ്റ്റൽസ്. ഇത് സാധാരണ കണ്ടുവരുന്ന BCCയും HCB ക്രിസ്റ്റൽസിലാണ് നമുക്ക് ബ്രിട്ടിൽ ഫ്രാക്ചർ സാധാരണ കണ്ടു. നെക്സ്റ്റ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഗ്രിഫിത്സ് തിയറി ഓഫ് ഫ്രാക്ചറാണ്. അപ്പോൾ ഇത് ഫ്രാക്ചർ മെക്കാനിസത്തിനെ കുറിച്ചുള്ളൊരു തിയറിയാണ് ഗ്രിഫിത്സ് തിയറി എന്ന് പറയുന്നത്. ഓക്കെ, അതൊരു അനലിറ്റിക്കലി നമുക്ക് എങ്ങനെ കാണിക്കാം എന്നുള്ളതാണ് ഗ്രിഫിത്സ് തിയറി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ദ ഫ്രാക്ചർ സ്ട്രെങ്ത് ഓഫ് മെനി ബ്രിട്ടിൽ മെറ്റീരിയൽസ് ആർ ലോവർ ദാൻ ദിയർ തിയററ്റിക്കൽ വാല്യൂസ് ബേസ്ഡ് ഓൺ ദ അറ്റോമിക് ബോണ്ടിങ് എനർജീസ്. അതായത് നമ്മൾ തിയററ്റിക്കൽ വാല്യൂസ് എടുത്ത് കാൽക്കുലേറ്റ് ബോണ്ടിങ് ഒക്കെ നോക്കി, ബോണ്ടിങ് സ്ട്രെങ്ത് ഒക്കെ നോക്കിയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചില മെറ്റീരിയൽസിൻ്റെ തിയററ്റിക്കൽ വാല്യൂവിനെക്കാട്ടിലും കുറവാണ് അതിൻ്റെ ഫ്രാക്ചർ സ്ട്രെങ്ത്. അതായത് നമ്മൾ ബോണ്ടിങ് ഒക്കെ നോക്കിയിട്ട് ഒരു സ്ട്രെങ്ത് വെച്ചിട്ട് നമുക്ക് ഇത്രയും സ്ട്രെങ്ത് ഉണ്ട് എന്നുള്ളത് തീരുമാനിച്ച് വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിലും ചിലപ്പോൾ ആ മെറ്റീരിയൽ എന്ത് ചെയ്യുന്നു, പ്രാക്ടിക്കലി നോക്കുമ്പോൾ അത് അത്രയും പോലും ഇത് കാണിക്കില്ല. ആ സ്ട്രെങ്ത്തിൻ്റെ ഇതുപോലും കാണിക്കുന്നതിന് മുന്നേ തന്നെ എന്ത് ചെയ്യുന്നു, അത് ഫെയിൽ ആവുന്നു. അതെന്തുകൊണ്ടാണെന്നുള്ളതാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ ദ ഫെയിലിയർ occurs at a fraction of theoretical strength of the material. This discrepancy is explained by Griffith. അപ്പോൾ അങ്ങനെയുള്ളൊരു ഡിസ്ക്രിപ്പൻസി ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് ഗ്രിഫിത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതായത് തിയററ്റിക്കലി ഇത്രയും സ്ട്രെങ്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രാക്ടിക്കലി നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതിന് അത്രയും സ്ട്രെങ്ത് എത്തുന്നതിന് മുന്നേ അത് ഫെയിൽ ആകുന്നു. ഫ്രാക്ചർ സ്ട്രെങ്ത് അത്രയും കിട്ടുന്നില്ല, അതായത് അതിൻ്റെ ബോണ്ടിങ് സ്ട്രെങ്ത്തിൻ്റെ അത്രയും ഫ്രാക്ചർ സ്ട്രെങ്ത് കിട്ടുന്നില്ല. അതെന്തുകൊണ്ടാണെന്നുള്ളതാണ്. സോ ആസ് പെർ ഗ്രിഫിത്ത്, ദ ഡിസ്ക്രിപ്പൻസി ഇൻ ദ ആക്ച്വൽ ആൻഡ് തിയററ്റിക്കൽ സ്ട്രെങ്ത് ഈസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് വെരി സ്മോൾ മൈക്രോസ്കോപ്പിക് ഫ്ലോസ് ഓർ ക്രാക്സ് ദാറ്റ് ഓൾവേസ് എക്സിസ്റ്റ് അണ്ടർ നോർമൽ കണ്ടീഷൻ അറ്റ് ദ സർഫസ് ആൻഡ് വിത്തിൻ ദ ഇൻറ്റീരിയർ ഓഫ് എ ബോഡി മെറ്റീരിയൽ. അതായത് ആ മൈക്രോസ്കോപ്പിക് ഫ്ലോസ് അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ ചെറിയ ചെറിയ ഫ്ലോസ് അല്ലെങ്കിൽ ക്രാക്സ് മെറ്റീരിയലിനകത്ത് ഉള്ളത് കൊണ്ടാണ് എന്ത് പറയുന്നത്, ആ ഒരു ബോണ്ടിങ് സ്ട്രെങ്ത്തിൻ്റെ അത്ര എത്തുന്നതിന് മുന്നേ ആ മെറ്റീരിയൽ ഫെയിൽ ആവുന്നത്. So these flaws can deteriorate the fracture strength because the applied stress may be amplified or concentrated at the tip. The magnitude of this amplification depending on the crack orientation and geometry, which is called stress concentration. അതായത് ഈ ഒരു എന്താണ്, ഈ ക്രാക്കുകൾ എന്തായിട്ട് ആക്ട് ചെയ്യുന്നു, ഈ ക്രാക്ക് മൈക്രോസ്കോപ്പിക് ക്രാക്ക് അല്ലെങ്കിൽ മൈക്രോസ്കോപ്പിക് ഫ്ലോസ് എന്തായിട്ട് ആക്ട് ചെയ്യുന്നു, സ്ട്രെസ് കോൺസെൻട്രേറ്റേഴ്സ് ആയിട്ട് ആക്ട് ചെയ്തിട്ട് അതിനെ ആംപ്ലിഫൈ ചെയ്യുന്നു, അപ്ലൈ ചെയ്യുന്ന സ്ട്രെസ്സിനെ ആംപ്ലിഫൈ ചെയ്ത് ആ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ ആ സ്ട്രെങ്ത്തിനെക്കാട്ടിലും കൂടുതൽ രീതിയിൽ ആംപ്ലിഫൈ ചെയ്തിട്ട് ആ ബോണ്ടിങ് എല്ലാം ബ്രേക്ക് ചെയ്തിട്ട് ക്രാക്ക് പ്രൊപ്പഗേഷൻ ഉണ്ടാക്കുന്നു. അങ്ങനെയാണ് ഒരു ക്രാക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ ഇതാണ് കാണിച്ചിരിക്കുന്നത്, ഒരു ക്രാക്ക് ഫോർമേഷൻ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ അതിൻ്റെ തിയററ്റിക്കൽ പാർട്ടിലേക്ക് പോവുകയാണ്. ഗ്രിഫിത്സ് തിയറിയുടെ നമ്മൾ ഒരു എന്താണ്, വി ആർ കൺസിഡറിങ് എ മെറ്റീരിയൽ വിച്ച് ഈസ് ബീങ് സ്ട്രെസ്ഡ് ബൈ എ വാല്യൂ σ0. സ്ട്രെസ് അപ്ലൈ ചെയ്തിരിക്കുന്ന സ്ട്രെസ് എന്ന് പറയുന്നത് σ0 ആണ്. സോ മെറ്റീരിയലിനകത്ത് നമുക്ക് രണ്ട് ക്രാക്കുകളുണ്ട്. ഒന്ന് ഇൻറ്റീരിയർ സർഫസിലൊരു ക്രാക്ക്, ഓക്കെ, ആൻഡ് സർഫസിൽ ഔട്ടർ സർഫസിലൊരു ക്രാക്ക്. The length of the crack at outer surface is A and the length of the crack at the interior surface is 2A. Okay, so in a stress profile across a cross section containing an internal crack, applied stress may be amplified or concentrated at the tip and the magnitude of this localized stress diminishes with distance away from the crack tip. ഈ ക്രാക്ക് ടിപ്പിനടുത്ത് എന്ത് ചെയ്യുന്നു, ഈ ഒരു സ്ട്രെസ് നമ്മൾ കൊടുത്തിരിക്കുന്ന σ0 ആണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിലും അതിനെക്കാട്ടിലും എത്രയോ ഇരട്ടി വാല്യൂ ആയിട്ടാണ് നമുക്കത് σm എന്നുള്ള രീതിയിൽ നമ്മുടെ കോൺസെൻട്രേഷൻ വാല്യൂ വരുന്നത്. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതായത് നമ്മൾ പൊസിഷൻ x to x' നമ്മൾ x to x' എന്ന് പറയുന്ന ഈ ഒരു ലെങ്ത്തിൽ ഇങ്ങനെ പോകുമ്പോൾ σ0 കൊടുത്തിരിക്കുന്നത് നമ്മൾ അപ്ലൈഡ് സ്ട്രെസ്. അപ്പോൾ ഈ ലെങ്ത്തിൽ ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പൊസിഷൻ x to x' എന്ന് പറയുന്ന പൊസിഷനിൽ എന്ത് സംഭവിക്കുന്നു, σ0 കൂടുതൽ വരുന്നുണ്ട് σm. ആ വാല്യൂ ആണ് ഈ ഏരിയയിൽ വരുന്ന, ഈ ക്രാക്കിൻ്റെ ഏരിയയിൽ വരുന്ന സ്ട്രെസ് കോൺസെൻട്രേഷൻ. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഉണ്ടോ, വളരെ ഹൈ ആണ്, σ0 വളരെ ഹൈ ആണ് എന്ത് σm. ആ വാല്യൂ ആണ് ഇവിടെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഈ ക്രാക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് വരുന്ന വാല്യൂ. സോ ദാറ്റ് വാല്യൂ ഈസ് ഹയർ ദാൻ ദ ബോണ്ട് സ്ട്രെങ്ത് ചിലപ്പോൾ ഇൻ ബിറ്റ്വീൻ σ0 ആൻഡ് σm ആയിരിക്കും. ആ ബോണ്ട് സ്ട്രെങ്ത്തിനെക്കാട്ടും കൂടുതലാണ്. യഥാർത്ഥത്തിൽ σ0 അപ്ലൈഡ് സ്ട്രെസ് ബോണ്ട് സ്ട്രെങ്ത്തിനെക്കാട്ടും കുറവായിരുന്നു, പക്ഷേ σm എന്താണ്, ബോണ്ട് സ്ട്രെങ്ത്തിനെക്കാട്ടും കൂടുതലാണ്. അതുകൊണ്ടാണ് അതിന് പെട്ടെന്നൊരു ഫെയിലിയർ ഉണ്ടാകുന്നത്. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞത്. ദിസ് മച്ച് ലോവർ ഫ്രാക്ചർ സ്ട്രെങ്ത് ഈസ് എക്സ്പ്ലെയിൻ ബൈ ദ എഫക്ട് ഓഫ് സ്ട്രെസ് കോൺസെൻട്രേഷൻ അറ്റ് മൈക്രോസ്കോപ്പിക് ഫ്ലോസ്. ആ മൈക്രോസ്കോപ്പിക് ഫ്ലോസിനകത്ത് ഉണ്ടാകുന്ന സ്ട്രെസ് കോൺസെൻട്രേഷൻ കൊണ്ടാണ് നമുക്ക് σm കിട്ടുന്നത്. ദ അപ്ലൈഡ് സ്ട്രെസ് ഈസ് ആംപ്ലിഫൈഡ് അറ്റ് ദ ടിപ്പ് ഓഫ് ദ മൈക്രോ ക്രാക്സ്, വോയിഡ്സ്, നോച്ചസ്, സർഫസ് സ്ക്രാച്ചസ്, കോർണേഴ്സ് എക്സെട്ര ദാറ്റ് ആർ കോൾഡ് സ്ട്രെസ് റേസേഴ്സ്. ഇതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, സ്ട്രെസ് റേസേഴ്സ് ഓർ സ്ട്രെസ് കോൺസെൻട്രേഷൻ എന്നുള്ള രീതിയിൽ പറയുന്നത്. ഈ ക്രാക്കുകൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്ട്രെസ് കോൺസെൻട്രേഷൻ ആൻഡ് സ്ട്രെസ് റേസേഴ്സ് അത് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. സ്ട്രെസ് കോൺസെൻട്രേഷൻ ആൻഡ് സ്ട്രെസ് റേസേഴ്സ് ചോദിക്കാം. അപ്പോൾ എന്താണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യണം. ഈ ഡയഗ്രാം വരച്ച് ഇത് എക്സ്പ്ലെയിൻ ചെയ്യണം. ഓക്കെ, ഈ രണ്ട് ഡയഗ്രാം വരയ്ക്കണം. ഡ്യൂ ടു ദെയർ എബിലിറ്റി ടു ആംപ്ലിഫൈ ആൻഡ് അപ്ലൈഡ് stress in their local, these flows are sometimes called as
സ്ട്രെസ് റേസേഴ്സ്, അതിന് സ്ട്രെസ് കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ സ്ട്രെസ് റേസേഴ്സ് എന്നാണ് ഈ ഒരു ക്രാക്കുകളെ അല്ലെങ്കിൽ ഈ ഒരു ഫ്ലോസുകളെ, ലോക്കൽ ഫ്ലോസിനെ നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ അപ്ലൈഡ് എല്ലാ മെറ്റീരിയലിനകത്ത് ഇതിനകത്ത് മൈക്രോസ്കോപ്പിക് ഫ്ലോസുകൾ ഉണ്ടാവും. അപ്പോൾ നമ്മൾ അപ്ലൈഡ് സ്ട്രെസ്സിനെക്കാട്ടിലും അതിനെ ആംപ്ലിഫൈ ചെയ്ത് സ്ട്രെസ് കോൺസെൻട്രേഷൻ ഉണ്ടാക്കി ഈ ക്രാക്കുകൾ ആക്ട് ചെയ്യുന്നു. അതുവഴി നമുക്ക് എന്ത് ചെയ്യുന്നു, ആ ബോണ്ട് സ്ട്രെങ്ത്തിനെക്കാട്ടിലും കൂടുതലായിട്ട് ആംപ്ലിഫൈ ചെയ്ത് വരുന്നു ആ ഒരു സ്ട്രെസ് കോൺസെൻട്രേഷൻ കാരണം. അപ്പോൾ അതുവഴിയാണ് ബ്രിട്ടിൽ ഫെയിലിയർ ഉണ്ടാകുന്നത്. അപ്പോൾ ഇതാണ് ഡയഗ്രാം. ഈ ഡയഗ്രാം വരച്ചിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യണം. സ്ട്രെസ് റേസസ്, സ്ട്രെസ് കോൺസെൻട്രേഷൻ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ദെൻ ഗ്രിഫിത്ത് തിയറിയിലേക്ക് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അതായത് സിഗ്മ എമ്മും സിഗ്മ സീറോ തമ്മിലുള്ള റിലേഷൻ ആണ് പറയുന്നത്. സിഗ്മ എം ഇസ് ഈക്വൽ ടു 2 times സിഗ്മ സീറോ ഇൻറ്റു റൂട്ട് ഓഫ് എ ബൈ റോ ടി, വെയർ സിഗ്മ സീറോ ഇസ് ദ അപ്ലൈഡ് സ്ട്രെസ്. എ എന്ന് പറയുന്നത് എന്താണ്, ലെങ്ത് ഓഫ് ദ എക്സ്റ്റേണൽ ക്രാക്ക് ഓർ ഹാഫ് ദ ലെങ്ത് ഓഫ് ദ ഇന്റേണൽ ക്രാക്ക്. എക്സ്റ്റേണൽ ക്രാക്കിൻ്റെ ലെങ്ത് ആണ് എ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇന്റേണൽ ക്രാക്കിൻ്റെ പകുതി ലെങ്ത് ആണ് എ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് റോ എന്ന് പറയുന്നത് എന്താണ്, റേഡിയസ് ഓഫ് കർവേച്ചർ അറ്റ് ദ ക്രാക്ക് ടിപ്പിൻ്റെ റേഡിയസ് ഓഫ് കർവേച്ചർ. ഈ ഒരു ഏരിയയിലുള്ള ക്രാക്ക് ടിപ്പിൻ്റെ റേഡിയസ് ഓഫ് കർവേച്ചർ ആണ് റോ എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ ഉണ്ടാകുന്ന റേഡിയസ് ഓഫ് കർവേച്ചറാണ്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ സിഗ്മ എം എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന എന്താണ്, ആ ക്രാക്കിൻ്റെ അവിടെയുള്ള സ്ട്രെസ്സാണ് സിഗ്മ എം. അതെന്ന് പറയുന്നത് 2 times സിഗ്മ സീറോ ഇൻറ്റു റൂട്ട് ഓഫ് എ ബൈ റോ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ദാറ്റ് ഇസ് ഗ്രിഫിത്ത് തിയറി. അപ്പോൾ ഇതാണ് നമുക്ക് ഗ്രിഫിത്ത് തിയറി ആയിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനകത്ത് മനസ്സിലാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ലെങ്തി ആയിട്ടുള്ളൊരു മൈക്രോ ക്രാക്ക്, അതായത് ഈ ലെങ്ത്ത് കൂടുതലുള്ളൊരു മൈക്രോ ക്രാക്ക്, യുടെ വാല്യൂ വളരെ ഹൈ ആയിട്ടുള്ളൊരു മൈക്രോ ക്രാക്ക് വിത്ത് ലോ റേഡിയസ് ഓഫ് കർവേച്ചർ, വളരെ ചെറിയ റേഡിയസ് ഓഫ് കർവേച്ചറുള്ള ലെങ്തി ആയിട്ടുള്ളൊരു മൈക്രോ ക്രാക്ക് ആണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, നമുക്ക് കിട്ടുന്ന സിഗ്മ എമ്മിൻ്റെ വാല്യൂ വളരെ ഹൈ ആയിരിക്കും അല്ലേ. കാരണം എയുടെ വാല്യൂ വലുത്, റോയുടെ വാല്യൂ ചെറുതായി കഴിഞ്ഞാൽ സിഗ്മ എം സിഗ്മ സീറോയെക്കാളും വളരെ വലുതായിരിക്കും. ഓക്കെ, മെനി ടൈംസ് ലാർജർ ദാൻ സിഗ്മ സീറോ. So the ratio of sigma m by sigma 0 ആണ് നമ്മൾ എന്താ പറയുക, സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടർ എന്ന് പറയുന്നത്. ദിസ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. സിഗ്മ എം ബൈ ഡിവൈഡഡ് ബൈ സിഗ്മ 0 ആണ് സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടർ എന്ന് പറയുന്നത്. സോ ദിസ് ഫാക്ടർ ഈസ് എ മെഷർ ഓഫ് ഡിഗ്രി ടു വിച്ച് ആൻഡ് എക്സ്റ്റേണൽ സ്ട്രെസ് ഈസ് ആംപ്ലിഫൈഡ് അറ്റ് ദ ടിപ്പ് ഓഫ് ദ ക്രാക്ക്. ഒരു ക്രാക്കിൻ്റെ ടിപ്പിൽ എത്രത്തോളം ആംപ്ലിഫൈ ചെയ്യുന്നു എന്നുള്ളതാണ് ഈ സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടർ കാണിക്കുന്നത്. ദാറ്റ് ഈസ് സിഗ്മ എം ബൈ സിഗ്മ 0. അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റനിൽ സിഗ്മ എം ബൈ സിഗ്മ 0 എന്ന് പറയുമ്പോൾ എന്ത് വരും, ഈ സിഗ്മ 0 താഴേക്ക് വന്നു കഴിഞ്ഞാൽ എന്ത് വരും, സിഗ്മ എം ബൈ സിഗ്മ 0 ആണ് നമ്മുടെ സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടർ അല്ലേ. അപ്പോൾ സിഗ്മ 0 താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 2 times എ ബൈ റോ ടി അല്ലേ, 2 times റൂട്ട് ഓഫ് എ ബൈ റോ. ക്ലിയർ ആണല്ലോ. ഈ സിഗ്മ എം ബൈ സിഗ്മ 0 ഈക്വൽ ടു 2 times റൂട്ട് ഓഫ് എ ബൈ റോ എന്ന് പറയും. അതാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടർ. ഓക്കെ, ദെൻ ക്രാക്ക് പ്രൊപ്പഗേഷൻ ആണ് നമ്മൾ ഇത് ക്ലാസ്സിലെടുത്തപ്പോഴും നമ്മൾ പറഞ്ഞതാണ്. നമുക്ക് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാൻ നമ്മൾ ഈ ഇക്വേഷൻ നോക്കിയിരുന്നത്. അതായത് സിഗ്മ സി ഈസ് ഈക്വൽ ടു ക്രാക്ക് പ്രൊപ്പഗേഷൻ ഈസ് ഈക്വൽ ടു 2e ഗാമ എസ് ഡിവൈഡ് ബൈ പൈ എ ദ ഹോൾ റേസ് ടു 1/2. ഓക്കെ, ഇക്വേഷൻ നോക്കിയാൽ എന്താണെന്നുള്ളത്. സിഗ്മ സി ഈസ് ദ ക്രിട്ടിക്കൽ സ്ട്രെസ് റിക്വയർഡ് ഫോർ ദ ക്രാക്ക് പ്രൊപ്പഗേഷൻ. ക്രാക്ക് പ്രൊപ്പഗേഷന് വേണ്ടിയിട്ടുള്ള ക്രിട്ടിക്കൽ സ്ട്രെസ്സിൻ്റെ വാല്യൂ ആണ് സിഗ്മ സി. ഓക്കെ, വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ക്രാക്ക് പ്രൊപ്പഗേഷന് നമുക്ക് 3 മോഡ്സ് ഉണ്ട്. ഒന്ന് ഫ്രാക്ചർ ഓപ്പണിംഗ് മോഡ്, ഫ്രാക്ചർ സ്ലൈഡിംഗ് മോഡ്, മൂന്നാമത് ഫ്രാക്ചർ ടിയറിംഗ് മോഡ്. അതായത് ഏത് രീതിയിലൊക്കെ നമുക്കൊരു ക്രാക്ക് പ്രൊപ്പഗേഷൻ ഉണ്ടാകും. ഫ്രാക്ചർ നമുക്ക് എന്ത് ചെയ്യുന്നത്, നമ്മൾ കൊടുക്കുന്ന അപ്ലൈഡ് സ്ട്രെസ്സിനനുസരിച്ച് രണ്ടും എന്ത് ചെയ്യാം, ക്രാക്ക് എന്ത് ചെയ്യാം, രണ്ടും ഓപ്പൺ അപ്പ് ആവാം, 2 സൈഡിലേക്ക് ഓപ്പൺ അപ്പ് ആവാം, 2 സൈഡിലേക്ക് എന്ത് ചെയ്യാം, ഷിയർ ചെയ്ത് പോകാം, സ്ലൈഡ് ചെയ്ത് പോകാം. ഓക്കെ, ഒരെണ്ണം ഈ ഡയറക്ഷനിലേക്ക് സ്ലൈഡ് ചെയ്യുന്നു, മുകളിൽ താഴത്തെ പോർഷൻ ഈ ഡയറക്ഷനിലേക്ക് സ്ലൈഡ് ചെയ്യുകയാണെങ്കിൽ സ്ലൈഡിംഗ് മോഡാണ്. ഇതെന്ന് പറയുന്നത് രണ്ടും എന്ത് ചെയ്യുന്നത്, ടിയറിംഗ് മോഡാണ്. ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ, ലോഞ്ചിറ്റ്യൂണൽ ഡയറക്ഷനിൽ, ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ ടിയർ ചെയ്ത് പോകുമ്പോൾ. അപ്പോൾ ഇത് അപ്വേർഡ് ഡയറക്ഷനിൽ ടിയർ ചെയ്യുന്നു, ഇത് ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ, ഇത് വെർട്ടിക്കൽ ഡയറക്ഷനിൽ ടിയർ ചെയ്യുന്നു, ഇത് ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ ടിയർ ചെയ്യുന്നു, ഇത് സ്ലൈഡ് ചെയ്യുന്നു. അപ്പോൾ അത് 3 മോഡ്സ് ഓഫ് ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് അങ്ങനെയൊക്കെ നമുക്ക് ക്രാക്ക് പ്രൊപ്പഗേഷൻ ഉണ്ടാക്കാം എന്നുള്ള രീതിയിൽ പറയുന്നതാണ്. 3 മോഡ്സ് ഓഫ് ക്രാക്ക് പ്രൊപ്പഗേഷൻ എന്നുള്ള രീതിയിൽ. ഓക്കെ, ജസ്റ്റ് നോട്ട് ചെയ്തേക്കുക. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ട്രാൻസ്ഗ്രാനുലർ ആൻഡ് ഇൻ്റർഗ്രാനുലർ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. എന്താണ് അത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതേ ഉള്ളൂ. നേരത്തെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് ട്രാൻസ്ഗ്രാനുലർ ആൻഡ് ഇൻ്റർഗ്രാനുലർ ഫ്രാക്ചർ. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, നമ്മൾ ബ്രിട്ടിൽ ഫ്രാക്ചർ പറഞ്ഞപ്പോൾ പറഞ്ഞതാണ് ട്രാൻസ്ഗ്രാനുലർ ആൻഡ് ഇൻ്റർഗ്രാനുലർ. അത് ബ്രിട്ടിൽ ഫ്രാക്ചർ ഏത് ടൈപ്പ് ഫ്രാക്ചറാണ്? ബ്രിട്ടിൽ ഫ്രാക്ചർ ഈസ് ട്രാൻസ്ഗ്രാനുലർ. ഓക്കെ, അതായത് ഗ്രെയിൻസിന് എക്രോസ് ആയിട്ടാണ് എന്തുണ്ടോ ഫ്രാക്ചർ ഉണ്ടായിരിക്കുന്നത്. ട്രാൻസ്ഗ്രാനുലറിനകത്ത് ഗ്രെയിൻസിന് എക്രോസ് ആയിട്ടാണ് ഫ്രാക്ചർ ഉണ്ടായിരിക്കുന്നത്. ഇൻ്റർഗ്രാനുലർ ആണെന്നുണ്ടെങ്കിൽ, ഇൻ്റർഗ്രാനുലർ സ്പെല്ലിംഗ് നോക്കുന്നത്, ട്രാൻസ്ഗ്രാനുലറിൻ്റെ വേറൊരു പേരാണ് ഇൻട്രാഗ്രാനുലർ. ഇൻട്രാഗ്രാനുലർ. ഓക്കെ, ഇൻ്റർഗ്രാനുലർ എന്ന് പറയുമ്പോൾ ഗ്രെയിൻ ബൗണ്ടറി കൂടെയാണ് അത് പോകുന്നത്. ഓക്കെ, ഗ്രെയിൻ ബൗണ്ടറി കൂടെയുള്ള ഫ്രാക്ചറിനെയാണ് ഇൻ്റർഗ്രാനുലർ. ഇത് മൈക്രോസ്കോപ്പിക് ഡയഗ്രാമാണ്. ഇതാണ് SM മൈക്രോസ്കോപ്പിനകത്ത്, അതായത് സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിനകത്തുള്ള മൈക്രോഗ്രാഫാണ് കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ ലൈൻ ഡയഗ്രാമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണെന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. ട്രാൻസ്ഗ്രാനുലർ ആൻഡ് ഇൻ്റർഗ്രാനുലർ എന്താണെന്നുള്ളത്.
For most brittle materials, crystalline materials, crack propagation correspond to successive and repeated breaking of atomic bonds along specific crystallographic planes such as processes termed as cleavage. This type of fracture is said to be transgranular or intragranular because the fracture crack passes through the grains. Macroscopically, the fracture surface may have a grainy or faceted structure as a result of the changes in orientation of the cleavage planes from grain to grain. In some alloys, crack propagation is along the grain boundaries. This fracture is termed as intergranular. അത് രണ്ടും പറഞ്ഞു. ഇന്റർഗ്രാനുലർ ആകുമ്പോൾ അലോങ് ദ ഗ്രെയിൻ ബൗണ്ടറി ആണ്, മറ്റേതാകുമ്പോൾ അക്രോസ് ദ ഗ്രെയിൻസ് ആണ്. ഓക്കെ, ഇൻട്രാഗ്രാനുലർ അല്ലെങ്കിൽ ട്രാൻസ്ഗ്രാനുലർ എന്ന് പറയുമ്പോൾ അക്രോസ് ദ ഗ്രെയിൻസ് ആണ്, ഗ്രെയിൻ ബൗണ്ടറി കൂടെ ആണെന്നുണ്ടെങ്കിൽ ഇന്റർഗ്രാനുലർ. ഓക്കെ, ഇതാണ് അടുത്ത ഒരു ഡയഗ്രാം. അപ്പോൾ ഈ ഡയഗ്രാം നിങ്ങൾ വരച്ച് പഠിക്കുക. ഇതിൻ്റെ ഇത് ചോദിക്കാൻ ട്രാൻസ്ഗ്രാനുലർ ഇന്റർഗ്രാനുലർ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യണം. ബ്രിട്ടിൽ ഫ്രാക്ചർ മിക്കപ്പോഴും ട്രാൻസ്ഗ്രാനുലർ ആണ് അല്ലെങ്കിൽ ഇൻട്രാഗ്രാനുലർ എന്ന് പറയും. ബ്രിട്ടിൽ ഫ്രാക്ചർ അക്രോസ് ദ ഗ്രെയിൻ ബൗണ്ടറിയിലായിട്ടാണ്. അപ്പോൾ നമുക്ക് നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ നോക്കുമ്പോൾ ആ ഫസറ്റഡ് ടെക്സ്ചർ കിട്ടും. ഓക്കെ.